മറുനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ UDF-നുള്ള ആശയക്കുഴപ്പം മറനീക്കി പുറത്തു വരികയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു, അതിനെ ഓരം പറ്റി KPCC അധ്യക്ഷൻ എന്ന് പറയുന്നു, അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ലീഗ് മറ്റൊന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് UDF-നുള്ളിൽ മറുനാടൻ എങ്ങനെ. ഏറ്റവും ആദ്യം പോകുന്നത് പ്രതിപക്ഷ നേതാവിലേക്കാണ്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോഴുള്ള ഒരു വീഡിയോ ശകലത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. എന്താണ് നമോ TV എന്ന് പറയുന്ന ഒരു കാരണം നിങ്ങളെല്ലാം കണ്ടു കാണും. ഒരു പെൺകുട്ടി വന്നിട്ട് പച്ചത്തെറിയാണ് പറഞ്ഞിട്ടുള്ളത്, പച്ചത്തെറിയാണ്. ഈ കേരളത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സൈബർ സെല്ലിന്റെ ചുമതലയുള്ള അഡീഷണൽ DGPക്ക് അത് അയച്ചു കൊടുത്തു, മനോജ് എബ്രഹാമിന്. നടപടിയെടുക്കുക, നിങ്ങൾ അന്വേഷിക്കുക, ഇത് ആരാണ് ചെയ്യുന്നത്? വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ്. ഗവൺമെന്റ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇത്തരം ചെയ്തികൾ ഒരു സംസ്ഥാനത്ത് നടക്കാത്ത കാര്യമാണ്. നമ്മൾ ആരും വിചാരിച്ചാൽ കൂട്ടിയോജിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകരുത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ അതുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ കാര്യം ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലോ പത്രമാധ്യമങ്ങളിലോ വാർത്ത വായിച്ചിട്ട് ആരും പ്രകോപനം കൊള്ളുന്നില്ല, അതിലോ സംശയം വേണ്ട. നിങ്ങളെല്ലാം നിങ്ങളുടേതായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ആ കൺട്രോൾ ഇല്ല. അവിടെ ആരാണ് ചെയ്യേണ്ടത്? രാജ്യദ്രോഹമായാലും വർഗീയ വിദ്വേഷമായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാൽ അത് കയ്യും കെട്ടിയാണ് ഒരു സർക്കാർ നോക്കിക്കേണ്ടത്. ഇപ്പൊ എത്ര ദിവസമായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഒരേ ആള് തന്നെ ക്രിസ്ത്യാനിയുടെ പേരിലും മുസ്ലിമിന്റെ പേരിലും അക്കൗണ്ട് എടുത്തിട്ട് പരസ്പരം വിദ്വേഷ പ്രചരണമാണ്. എന്ന് വെച്ചാൽ ഏത് മുസ്ലിം വായിച്ചു നോക്കിയാലും ഏത് ക്രിസ്ത്യൻ വായിച്ചു നോക്കിയാലും അവന്റെ രക്തം തിളയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാണ്. അപ്പൊ അവിടെ ആരെ ഇടപെടേണ്ടത്? ഞങ്ങൾക്ക് ഇടപെട്ട് നടപടി എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ കുറെ പരിശോധിച്ചു, ഞങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്, പുറത്തു പറയാൻ കൊള്ളില്ല. അതേപോലത്തെ വിവരങ്ങളാണ് ഞങ്ങൾ പരിശോധന നമ്മുടെയൊക്കെ സംവിധാനം വച്ച് ചെയ്തത്. സർക്കാരിന് വലിയ സൈബർ സെല്ലും വലിയ സംവിധാനം ഉണ്ടായിട്ട് എന്താണ് സർക്കാർ നടപടിയെടുക്കാത്തത്? അപ്പൊ അതങ്ങ് പോയിക്കോട്ടെ, ഇതങ്ങനെ കത്ത് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അതാണ് ഞങ്ങൾ സർക്കാരിനെതിരെ ഞങ്ങൾ ശബ്ദിക്കാനുള്ള കാരണം. സർക്കാർ ഇത് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, സംഘപരിവാറിന് ഇതിനകത്തൊരു അജണ്ടയുണ്ട്. കേരളത്തിലെ ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ അകലണം എന്നുള്ള ഒരു അജണ്ട, ഒരു കെണി ഒരുക്കി അവർ കാത്തിരിക്കുകയാണ്. സർക്കാർ അങ്ങനെ അല്ലെന്നാണ് ഞങ്ങളുടെ. അന്ന് പറഞ്ഞതെല്ലാം, അന്ന് ഛർദ്ദിച്ചതെല്ലാം അതേപോലെ തിരിച്ച് വായിലേക്ക് വിഴുങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പുതിയൊരു നിലപാടാണ്. അന്ന് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മൂക്കുകയറിടണമെന്ന് വാദിച്ച അതേ സതീശൻ 2021 സെപ്റ്റംബറിലും അദ്ദേഹം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അതേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 2023 ജൂണിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ചെറുങ്ങനെന്ന് മാറിയിട്ടുണ്ട്. നിലപാടുകളുടെ രാജകുമാരനുമാണ്, എന്തും പഠിച്ചു മാത്രം പ്രതികരിക്കുന്ന ആളാണെന്ന് കോൺഗ്രസ്സുകാർ പാടിപ്പാടി നടക്കുന്ന പാണന്മാർ പാടുന്ന അതേ VD സതീശൻ. ഇപ്പൊ മറുനാടൻ മലയാളിക്കെതിരായിട്ട് കേസുണ്ട്. കേസൊക്കെ ആയിക്കോട്ടെ, കേസൊക്കെ നിയമപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾക്കെതിരെ കേസ്. പക്ഷെ അതിന്റെ പേരിൽ അവിടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ വീടുകൾ എന്തിനാണ് റെയ്ഡ് ചെയ്യുന്നത്? അവരുടെ കമ്പ്യൂട്ടറുകൾ എന്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നത്? സംസ്ഥാനത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓൺലൈൻ മാധ്യമങ്ങൾ ഒന്നും വേണ്ട എന്ന നിലപാടിലേക്കാണോ CPM പോകുന്നത്? അപ്പൊ ഞങ്ങളെ എതിർത്താൽ അത് ഒരു CPM നേതാവ് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തയാൾ ഇതാണ്, അടുത്തയാൾ മറ്റതാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ആളുകളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നത് പോലെ സ്ഥാപനങ്ങളുടെ പേരുകൾ പ്രഖ്യാപിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ വേട്ടയാടുകയാണ്. ഒരു മര്യാദയുമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അന്ന് പറഞ്ഞതിൽ നിന്ന് തികച്ചും പ്ലേറ്റ് മാറ്റി സതീശന്റെ പുതിയ നിലപാട് എങ്ങനെയുണ്ട്? ഇനി ആരാധനായ ലോക്സഭാ അംഗവും പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിരിക്കുന്ന സുധാകർജി. മറുനാടൻ മലയാളി പോലുള്ള മാധ്യമങ്ങൾക്കും ഞങ്ങൾ പൂർണ്ണമായ സംരക്ഷണം ഒരുക്കാനുള്ള നടപടികൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിക്കും. സുധാകർജിയുടെ അഭിപ്രായത്തിൽ മറുനാടനെതിരെയുള്ള എല്ലാതരം നിയമ നടപടികളിൽ നിന്നും പോലീസ് നടപടികളിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്നാണ്. അതിനുവേണ്ടി മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച്, പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്സുകാർ കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ നടത്തുമെന്നും അദ്ദേഹം KPCC യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുകയുണ്ടായി. മറുനാടൻ നടത്തുന്നത് മാധ്യമപ്രവർത്തനമല്ല എന്ന് പറഞ്ഞത് ഇവിടെയുള്ള CPIMകാരോ
ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളോ ആയിരുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയായിരുന്നു. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തനം നടത്താത്ത ഷാജന്റെ പേരിൽ മാധ്യമപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ എന്തോ അതിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് പിണറായിക്കാരൻ തോന്നുന്നത്. മുസ്ലിം ലീഗിൻ്റെ PMA സലാം കഴിഞ്ഞ ദിവസം മറുനാടിനെ കുറിച്ച് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറുനാടൻ മലയാളിയെ കുറിച്ച് ലീഗിന് നേരത്തെ ആക്ഷേപമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല റിപ്പോർട്ടുകളും മതസ്പർദ്ധ വളർത്തുന്നതാണ് എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം. ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താൻ ഉതകുന്ന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത പല വാർത്തകളും മറുനാടൻ മലയാളിയിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു മാധ്യമമാണ് എന്ന് പോലും ആരും പറയുന്നില്ല. ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി ആരംഭിക്കുകയാണ്, അയാൾ തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കപ്പെട്ട ഒരു മാധ്യമമോ നിങ്ങളുടെ ജേർണലിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ടതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പല വെളിപ്പെടുത്തലുകളും പല പ്രസ്താവനകളും പല ഇടപെടലുകളും സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിഷം കലക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളായിരുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംരക്ഷിക്കാനോ പ്രൊട്ടക്ട് ചെയ്യാനോ മുസ്ലിം ലീഗിന് ബാധ്യതയില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ഇടപെടലുകളും അന്വേഷിക്കണം എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് വരുന്നില്ല. ആര് ചെയ്താലും അത് അവരെ ഇഷ്ടം. മുസ്ലിം ലീഗ് അതിനോട് യോജിക്കുന്നില്ല. കോൺഗ്രസുകാരെക്കാൾ തെളിവും വെളിവും മറുനാടൻ വിഷയത്തിൽ ലീഗുകാർക്കുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. PMA സലാമിൻ്റെ ഈ ഒരൊറ്റ പ്രസ്താവന മതി. കോൺഗ്രസുകാർക്ക് ഇപ്പോഴും മറുനാടൻ്റെ കാര്യത്തിൽ നേരം വെളുത്തിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. സകലമാന വിരുദ്ധതയും വെറുപ്പിൻ്റെ രാഷ്ട്രീയം മാത്രം പറയുന്ന ഒരു നാലാംകിട ഓൺലൈൻ ചാനൽ മാത്രമാണ് മറുനാടനിൽ നിന്ന് മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. രാഹുൽ ഗാന്ധി തായ്ലൻഡിൽ 2 മാസം അവധിക്ക് പോയത് സെക്സ് ടൂറിസം ആസ്വദിക്കാനാണ് എന്ന് പറയാതെ പറഞ്ഞ അതേ മറുനാടനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷാജൻ സ്കറിയെ ചേർത്ത് പിടിക്കാനാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരിക്കുന്ന സുധാകരൻ്റെയും സതീശൻ്റെയും ചെന്നിത്തലയുടെയും ഒക്കെ തീരുമാനം. ഇന്നലെ PMA സലാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അതാ മിനിറ്റുകൾക്കുള്ളിൽ പെങ്ങളുട്ടിയുടെ ഒരു കാവ്യാത്മകമായിരിക്കുന്ന പോസ്റ്റ് തന്നെ വന്നു. ലീഗ് നേതാക്കളെ ഏതെങ്കിലും രീതിയിൽ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാകത്തിലുള്ള ഒന്നും മറുനാടൻ്റെ കയ്യിലില്ല എന്നുള്ള വിശ്വാസവും ചിലപ്പോൾ ഇവർക്കുണ്ടാവാം. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയല്ല താനും. സുധാകരനെ പറ്റി എപ്പോഴും 100 നാവാണ് ഷാജന്. പ്രതിപക്ഷ നേതാവ് നടത്തിയ ഇഫ്താർ വിരുന്നിൽ നേരിട്ട് ക്ഷണം ലഭിച്ച ഔദ്യോഗിക മാധ്യമപ്രവർത്തനമില്ലാത്ത ഒരാളാണ് ഷാജൻ സ്കറിയ. മറുനാടൻ്റെ ഷാജൻ്റെ വിദ്വേഷ വാർത്തകൾ കിട്ടാതെ ഇപ്പോഴും വെപ്രാളം പൂണ്ട് വിറളി പൂണ്ട് നിൽക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവരോട് പറയാനുള്ളത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നാം ഇനിയും തുടരേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.